മാഡം, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആർത്തവ പ്രശ്നങ്ങൾ വിവിധ പ്രായങ്ങളിൽ ഇതിനെപ്പറ്റിയാണ്. നമുക്ക് പ്രായത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. എന്തൊക്കെ പ്രശ്നങ്ങളാണ് കൗമാരത്തിലേക്ക് കടക്കുന്ന ഒരു പെൺകുട്ടി അഭിമുഖീകരിക്കേണ്ടത്? ആർത്തവ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? കൗമാരപ്രായത്തിൽ ഇന്നിപ്പോൾ എനിക്ക് പ്രധാനമായി പറയാനുള്ളത് ഡോക്ടർ അനുജ, നേരത്തെ ഈ ഒരു നൂറ്റാണ്ടിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ 16 വയസ്സിൽ നിന്ന് ആർത്തവം തുടങ്ങിയിരുന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ 15-16 വയസ്സിൽ ആർത്തവം തുടങ്ങിയിരുന്നതിൽ നിന്ന് ഇപ്പോൾ കുറഞ്ഞ് 11 വയസ്സ് 10 വയസ്സിലേക്കൊക്കെ ഈ ആർത്തവം ആരംഭത്തിൻ്റെ കാലഘട്ടം കുറഞ്ഞു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ പ്രായം കുറഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം അഭിമുഖീകരിക്കുന്നത്. അതായത് പല കുട്ടികളും കുട്ടിപ്രായത്തിൽ തന്നെ ആർത്തവ ആരംഭം വന്നു കഴിക്കുന്നിരിക്കുന്നു. 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇന്നിപ്പോൾ ആർത്തവാരംഭം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മെന്റലി അവരത് അക്സെപ്റ്റ് ചെയ്യാൻ മെച്യൂർ ആയിട്ടുണ്ടാവില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അവർ മാത്രമല്ല, അവരുടെ അമ്മമാരും കുട്ടികളാണ് ഇപ്പോഴും. അവരുടെ അമ്മമാർക്ക് പോലും അവരെ യൗവനം കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അവർക്ക് ആർത്തവമായ ഒരു കുട്ടിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു മാനസിക വിഭ്രാന്തി അമ്മമാർക്കും അച്ഛന്മാർക്കും തോന്നാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സുരക്ഷിതാബോധം ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അവരെ കളിക്കാൻ വിടുന്നതിൻ്റെയും വളരെയധികം ഒരു ആകുലതയോടുകൂടിയും ആശങ്കകളോടുകൂടിയാണ് സമൂഹം ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ആർത്തവ ശുചിത്വത്തിനെ കുറിച്ചുള്ള അവബോധവും കുറവാണ് ഈ പ്രായങ്ങളിൽ. കുട്ടികൾക്ക് തീർത്തും അറിയുന്നില്ല അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച്. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും ഇവരെ അതിൽ പ്രാപ്തരാക്കാനും ഒക്കെ നമ്മളൊരു ബാധ്യസ്ഥരായിട്ട് വരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലുകളിലും പല പ്രമുഖ രാജ്യങ്ങളിലും ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ക്ലിനിക്കുകൾ, അതായത് അഡോളസൻ ക്ലിനിക്കുകൾ എന്നും പറഞ്ഞ് ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്, ഇന്ത്യയിലും തുടങ്ങിയിട്ടുണ്ട്. അഡോളസൻ ഗൈനക്കോളജി എന്ന് പറഞ്ഞ പ്രത്യേക വിഭാഗം തന്നെ തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് അവരെ ഇതിൽ നിന്ന് അവബോധം കൊടുത്താൻ, ക്ലാസ്സുകൾ എടുക്കാൻ, ഓരോ സ്കൂളുകളിൽ പോയി പഠിപ്പിക്കാൻ, പല പള്ളികളും സെമിനാറുകൾ ഇതിൽ പ്രദേശങ്ങളിലും ഒക്കെ ചെന്ന് വർത്തമാനം പറയാൻ, ഇവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ഇത്യാദികളിലൊക്കെ എല്ലാവരും മുൻകൈ എടുക്കുന്നുണ്ട്, ചെയ്യുന്നുമുണ്ട്. ഇത് ഒരു പ്രശ്നം. അതായത് ഏജ് കുറയുക എന്നുള്ളത്. അത് മനുഷ്യൻ്റെ അവസ്ഥാന്തരം നോക്കുകയാണെങ്കിൽ, റെക്കോർഡഡ് ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ 20 നൂറ്റാണ്ടെടുത്തു ഒരു 17 വയസ്സിൽ നിന്ന് 15 വയസ്സിലേക്ക് കുറയാനായിട്ട്. വേറെസ് 15 വയസ്സിൽ നിന്ന് 10 വയസ്സാണ് കുറയാണ്ട് എടുത്തത് വെറും 1 നൂറ്റാണ്ട് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ, നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെ ഒക്കെ ഒരു അതിപ്രസരമായിരിക്കും ഇതിൻ്റെ. അത് തീർച്ചയായിട്ടും എന്താണെന്നറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇലക്ട്രിസിറ്റി ആണ് ഇതിന് ഏറ്റവും വലിയ കാരണം തോന്നുന്നു. ലൈറ്റ്, അത് നമ്മളിപ്പോൾ ഫോട്ടോ ഇതിനെക്കുറിച്ച് നമ്മൾക്ക് ലൈറ്റ് ഹൗസിൽ, ഗ്രീൻ ഹൗസുകളിൽ ചെടികൾ ഏത് സ്ഥലത്തും വളർത്താലോ. അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നത് നമ്മളും എക്സ്പോസ്ഡ് ആണ്. പണ്ട് ഡയണൽ ഋതം എന്ന് പറയുന്നത് സൂര്യനെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി നമുക്ക് വിരൽ തുമ്പിലേക്ക് വെളിച്ചം എത്തിയപ്പോൾ ഇതെല്ലാം വ്യത്യാസപ്പെട്ടു എന്നെന്ന് തോന്നുന്നു. അതുകൂടാതെ ഡോക്ടർ പറഞ്ഞത് ഈ ഒരു നൂറ്റാണ്ടിൽ നിന്നുള്ള നമ്മുടെ ആഹാരക്രമം, ജീവിതക്രമത്തിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ 20 നൂറ്റാണ്ടിൽ സംഭവിക്കാത്തത് 1 നൂറ്റാണ്ട് കൊണ്ട് സംഭവിച്ച വ്യത്യാസങ്ങൾ, മനുഷ്യ പരിണാമത്തിൽ സംഭവിച്ചത്, ഇതെല്ലാം കാണുന്നത് 20 നൂറ്റാണ്ട് റെക്കോർഡഡ് ഹിസ്റ്ററി. അതിനു മുമ്പേ ഉള്ളത് ഫറോവന്മാരുടെ കാലഘട്ടത്തിലുള്ളത് തന്നെ അൺറെക്കോർഡഡ് ഹിസ്റ്ററി തന്നെയുണ്ട്, പലതും ഖനനത്തിൽ കൂടെ എടുത്തത്. 20 നൂറ്റാണ്ടിൽ നിന്ന് ബൈബിൾ മുതലുള്ളത് നമുക്ക് എഴുതപ്പെട്ട ഹിസ്റ്ററിയാണ്. ഈ ഒരു നൂറ്റാണ്ടും ഒരു 20 നൂറ്റാണ്ടും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള നൂറ്റാണ്ടും തമ്മിൽ ഉണ്ടാകുന്ന BC കാലഘട്ടങ്ങളിൽ ഉള്ള വ്യത്യാസം വരുന്നത് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ വായിക്കാൻ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞ എന്നുള്ള നിലയിൽ നമുക്കത് വളരെ ഉദ്വേഗം ജനിക്കുന്നത്. ഇത് പുരുഷന്മാരിലും ഇത് കാണുന്നു. അവരും നേരത്തെ പ്രാപ്തരാകുന്നു, യൗവനയുക്തരാകുന്നു, മെച്ചൂറാകുന്നു. അവരെ എന്തുകൊണ്ട്? ശരീരം കൊണ്ട് മാത്രമേ ഉള്ളൂ. ഇത്തരം മാനസികമായിട്ട് അതിലേക്ക് ഇപ്പോഴും പോകുന്നില്ല. ഈ ഒരു ഇംബാലൻസ് നമ്മളിത് കാണുന്നു. അത് ആക്ച്വലി ഒരു സമൂഹത്തിന് ഒരു ദോഷമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ആ ഒരു വീക്ഷണത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ ഇന്നിപ്പോൾ എപ്പോഴാണ് നമ്മൾക്ക് കുട്ടികളായിട്ട് കണക്കാക്കേണ്ടത്, എപ്പോഴാണ് ജൂനൈൽ കോടതിയിൽ ഇവരെ ശിക്ഷിക്കേണ്ടത്, എപ്പോഴാണ് അഡൽട്ട് കോടതിയിൽ ശിക്ഷിക്കേണ്ടത്, ഇത്യാദികൾ പോലും വ്യത്യാസപ്പെടേണ്ട. ഒരുപാട് പേര് നീതിയുക്തം ചിന്തിക്കുന്നു, ഇങ്ങനെ തന്നെയാണോ വേണ്ടത് അല്ലയോ എന്നൊക്കെ ചിന്തിച്ചേക്കേണ്ട അവസ്ഥ പോലും വന്നിരിക്കുന്നു. അതായത് അപക്വമായ മനസ്സ്, പക്ഷെ വളരെ പക്വമായ ശരീരം, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. സ്ത്രീകളിൽ അത് പറയുകയാണെങ്കിൽ അപക്വമായ ആർത്തവം തുടങ്ങിയതുകൊണ്ട് അവരെ ശാരീരികമായി പ്രത്യുൽപാദനത്തിന് പ്രേരകമായ
ആയിട്ട് രീതിയിലും അവർ ചൂഷണം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ പീഡനം എന്നുള്ള രൂപത്തിലാണ് അതിൽ പ്രത്യക്ഷപ്പെടുന്നത്, പത്രമാസികകളിൽ കൂടെ വരുന്നത്. ചൂഷണം ചെയ്യപ്പെടുന്നു, അവരും തന്നെ വളരെ എളുപ്പത്തിൽ വീഴുന്നു. കാരണം ആ പ്രായം പക്വതയില്ലാത്തത് കൊണ്ട്, അവരും മാനസികമായിട്ടും പക്വമല്ലാത്തതുകൊണ്ട് അവരും വേഗത്തിൽ തന്നെ വീഴുന്നു. ഇതൊരു വളരെ ഒരു പ്രശ്നമാണ്. ഇപ്പം ഇത് ആർത്തവവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ, ആർത്തവമാണ് ഒരു സ്ത്രീയെ പരിപൂർണയായി അല്ലെങ്കിൽ അവർ പ്രത്യുൽപാദനത്തിന് പ്രാപ്തിയാക്കി എന്നുള്ള ഒരു മാനദണ്ഡമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആർത്തവ പ്രശ്നം എന്ന് പറയുന്നതിനോടുകൂടി അഡോളസൻ ഇതിൻ്റെ ഭാഗമായിട്ട് സെക്ഷുവൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും കൂടി ഡിസ്കസ് ചെയ്യുന്നു. ഫിസിക്കൽ ഇമ്മെച്യൂരിറ്റി, പക്ഷേ സെക്ഷുവൽ മെച്യൂരിറ്റി സ്കൂളിൽ എനിക്ക് തോന്നുന്നു ഒരു കരിക്കുലം ആക്കേണ്ടത് തന്നെയാണ്. വളരെ വളരെ അത്യാവശ്യം. ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ് ഒരു 8-9 ക്ലാസ്സിലേക്ക് വരുന്നതിൽ നിന്ന് മാറ്റി ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിൽ പോലും അതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിൽ പോലും ചെറിയ ടിപ്സോടുകൂടിയും നമ്മൾക്ക് പരാഗണങ്ങളും മുതലായ അതിൽ കൂടെ പോലും പഠിപ്പിച്ച് വരേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്വമാക്കി വരുത്തിയില്ലെങ്കിൽ സമൂഹത്തിന് തന്നെയാണ് അതിൻ്റെ ദോഷം. പിന്നെ അത് കൂടാതെ വരുന്നതാണ് മാഡം ഈ ഇറെഗുലർ മെൻസസ്. പല കുട്ടികളും കൗമാര പ്രായത്തിലെത്തിയ പല കുട്ടികളും നമ്മുടെ അടുത്ത് വരുന്ന ഒരു ഇറെഗുലർ മെൻസസ് 2-3 മാസം കൂടുമ്പം മെൻസസ് വരുന്നു. ഇതിനെ പറ്റിയുള്ള മാഡത്തിൻ്റെ അഭിപ്രായം? അതെ, അതുകൊണ്ടല്ലോ നമ്മൾ കാണുന്നുണ്ട്. അത് അമ്മമാർക്ക് വളരെ ആശങ്കയാണ്. മെൻസസ് വന്നാൽ എല്ലാ മാസം വന്നോളണം, കമ്പ്യൂട്ടർ ചിപ്പ് അകത്തിരിക്കേണ്ടെന്നുള്ള മട്ടാണ്. അത് വന്നില്ലെങ്കിൽ അയ്യോ എന്തു പറ്റി. 2 തരത്തിലുള്ള ആശങ്കയായിരിക്കും. അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്നുള്ളതായിരിക്കും വേറെ, പക്ഷേ അവർ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഉള്ളതുള്ള ആശങ്കയും ഉണ്ടാവാം. അതുകൊണ്ട് മാതാക്കളും പിതാക്കളും ഇവരെ നമ്മളെ വലിച്ചഴിച്ച് കൊണ്ടുവരുന്നത് എന്തുതരം ആശങ്കയാണെന്ന് നമുക്ക് തന്നെ അറിയില്ല. പക്ഷെ നമ്മൾക്കറിയാം, നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ കുട്ടികൾ വളരെ ഇന്നസെൻ്റാണ്. അവരെ ചൂഷണപ്പെട്ടിരിക്കാൻ സാധ്യത കുറവാണ്. അവരുടെ ആർത്തവ ചക്രം കാരണം, അതായത് അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അവരുടെ പ്രത്യുൽപാദനപരമായ അവയവങ്ങൾ മെച്യൂരിറ്റി ആയിട്ടില്ല എന്നതേ ഉള്ളൂ. സാവകാശം പറ്റുന്ന അത് മെച്യൂരിറ്റിയിലെ ലെവലിലേക്ക് ആകുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ ആർത്തവ ചക്രങ്ങൾ ആയി വരുന്നത് നോർമൽ ആകാനായിട്ട് ഒരു മിനിമം ഒരു 2-3 കൊല്ലം എടുക്കാം. ഒരുപാട് പേരിൽ അങ്ങനെ എടുക്കാം. ഇതിന് കണക്കും തോതുമൊന്നുമില്ല. 50%, 60% എന്ന് പറഞ്ഞാൽ ഒരു കണക്കും തോതുമൊന്നും എങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ മെച്യൂരിറ്റി കുറച്ച് കാലം നീണ്ടു നിൽക്കാം. വെറുതെ നമ്മൾ അവർക്ക് അവസരം കൊടുത്താൽ അത് മെച്യൂർ ആകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് 2-3 വർഷം കൊണ്ട് അത് നോർമലാകാം. അതിന് ചികിത്സകൾ വേണ്ട. തിരിച്ച് മറിച്ച് അവരെ സാവകാശം അവരെ കൗൺസിൽ ചെയ്ത് സമാധാനിപ്പിച്ചാൽ മതി. വേണമെങ്കിൽ നമ്മളെ എല്ലാ വർഷവും വന്ന് കണ്ടോളൂന്നോ അല്ലെങ്കിൽ എല്ലാ 6 മാസം വേണമെങ്കിൽ വന്ന് കണ്ടോളൂന്നോ പറഞ്ഞു വന്നാൽ മതി. അപൂർവം ചില കുട്ടികളിൽ ആർത്തവം ഒരുപാട് അതിപ്രസരമായ രക്തസ്രാവം എന്നുള്ള നിലയിലും കൊണ്ടുവരാം. അന്നേരമാണ് നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ഗാഢമായിട്ട് ചിന്തിക്കേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വളരെ വീക്കായിട്ട് വരിക. പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കുറയുന്നു. അവർക്ക് പറ്റുന്നില്ല. കാരണം അവരുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറഞ്ഞിരിക്കുന്നു. അവർക്ക് എണീറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാണ്ട് വരുന്നു. ക്ലാസ്സിൽ ഉറക്കം തൂങ്ങുന്നു. ശ്രദ്ധക്കുറവ് കാണുന്നു. അവർ പ്രതീക്ഷിച്ച ഒരു തരത്തിലും നിലവാരത്തിൽ പെരുമാറുന്നില്ല എന്ന് കാണുന്നു. ഇത്യാദികൾ അമ്മമാരെ അവരുടെ ചിലപ്പോൾ മടിയെന്ന് വ്യാഖ്യാനിക്കാം. അപൂർവം ചില അമ്മമാർക്ക് മനസ്സിലാകുന്നുള്ളൂ അത് ഇവർക്കുണ്ടായേക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളുടെ അടുത്തേക്ക് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അയ്യോ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് വൈകിപ്പോയല്ലോ ഇവരെ കൊണ്ടുവന്നത്. ഈ ഇത്രയും ഹീമോഗ്ലോബിൻ കുറഞ്ഞ അവസ്ഥ വരെ ഇവരെ വീട്ടിൽ വെച്ചിരുന്നല്ലോ എന്ന് തോന്നാറുണ്ട്. ചിലപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് കിട്ടാറുണ്ട്. അവർക്ക് നമ്മൾക്ക് വേണ്ട വിധത്തിലുള്ള ടെസ്റ്റുകളും പരിശോധനകളിൽ കൂടെയും അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് വേണ്ടുവോളമുള്ള ഹൈറ്റ് മെച്യൂരിറ്റി കിട്ടണം. അതൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നോക്കുന്നത്. ഇവർക്ക് വേണ്ട ഹൈറ്റ് എത്തിയിട്ടുണ്ടോ, എസ്പെഷ്യലി അവരുടെ വേണ്ടുവോളമുള്ള ഹൈറ്റ് എത്തിയിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം ചില മരുന്നുകളൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. ചില മരുന്നുകൾ നമുക്ക് അതൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച് അതിന് ചിലപ്പോൾ നമുക്കൊരു പീഡിയാട്രീഷ്യൻ്റെ സഹായം വേണ്ടി വരിക്കാം. ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻസ് അവരെ അസസ് ചെയ്തെന്ന് വരാം. അവർക്ക് അവരുടെ ഇത്രയേ അവർക്ക് ഇനി ഹൈറ്റ് എത്തുകയുള്ളൂ, ഇനി ഇതിൽ കൂടുതൽ ഹൈറ്റ് എത്തൂല ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മൾക്ക് മോഡിഫൈ ചെയ്യാം ട്രീറ്റ്മെൻറ്റ്. ഇല്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്, താൽക്കാലിക ശമനങ്ങൾക്ക് വേണ്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പക്ഷേ എത്ര തന്നെയായാലും നമ്മൾക്ക് ന്യൂട്രീഷണൽ തെറപ്പി വളരെ ഇമ്പോർട്ടൻ്റ്. അവർക്ക് കൊടുക്കുന്ന ആഹാരം നമ്മൾ അസസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന പോഷകാഹാരം
കിട്ടുന്നുണ്ടോ, കാൽസ്യം എസ്പെഷ്യലി കാൽസ്യം, അയേൺ ഇത്യാദികൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കൂടുതൽ ചുഴിഞ്ഞറിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് പുറമേൽ നിന്ന് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തി അവരെ ഭേദപ്പെടുത്തി കൊണ്ടുവന്നിരുന്നാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അമ്മമാരെയാണ് ഇത് പഠിപ്പിക്കേണ്ടി വരിക. ചില മരുന്നുകൾ നിത്യനിദാനം കഴിക്കേണ്ടതാണ്. വിട്ടുപോയാൽ അതിന് മോശം സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുന്നതാണ്. അത് പിറ്റേ ദിവസം വീണ്ടും ബ്ലീഡിങ് വരാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികളെ ഏൽപ്പിക്കാൻ പറ്റുന്നതല്ല. അമ്മമാർ തന്നെ മുൻകൈ എടുത്ത് അത് അവരെ സമയാസമയങ്ങളിൽ സൂപ്പർവൈസ് ചെയ്ത് കൊടുക്കാം. വേറൊരു വ്യക്തി ഇത് കണ്ടിട്ട് അതിനെ തെറ്റിദ്ധാരിക്കാം, അയ്യോ ഇതെന്താ ഗർഭനിരോധന ഗുളികയാണോ ഈ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് ഈ അമ്മ, അപ്പോൾ ഇവരെ വേറെ വല്ലതിനുമാണോ അവർ ഉപയോഗിക്കുന്നത്? ഇത്തരം തെറ്റായ ധാരണകൾ നമ്മൾ സംശയങ്ങൾ ഉണ്ടായേക്കാം. അപ്പോഴാണ് നമ്മൾ അതിൽ നിന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇത് ഗർഭനിരോധത്തിനും ഉപയോഗിക്കാം, ഇത്തരം കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അതുകൊണ്ട് തെറ്റിദ്ധാരണജനകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക, അവരെ എക്സ്പോസ് ചെയ്യാതിരിക്കുക, അതിന് വേണ്ടുവോളം സ്വകാര്യത സൂക്ഷിച്ച് അവർക്ക് മരുന്നാണെന്നുള്ള മട്ടിൽ അത് കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അത് കുട്ടികളെയും അമ്മമാരെയും അച്ഛന്മാരെയും ഇരുത്തിയാണ് നമ്മൾ സംസാരിച്ച് ഈ അഡോളസെന്റ് ഹെൽത്ത് ക്ലിനിക്കുകളിൽ നമ്മൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഡോക്ടർ, വേറെ എന്തൊക്കെ കാരണങ്ങളാൽ ഈ മെൻസസ് കൂടുതലുണ്ടാവാം? സാധാരണ ഫിസിയോളജിക്കലായിട്ടുണ്ടാവാം എന്ന് പറഞ്ഞു, നമ്മുടെ തലച്ചോറ് പക്വം ആകുന്നതിന് മുമ്പ് വേറെ എന്തൊക്കെ കാരണങ്ങൾ വേറെ എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു? ചിലപ്പോൾ ശരിയാണ് ഡോക്ടറെ ചോദിക്കുന്നത്. ചില കുട്ടികൾക്ക് ജന്മന കൊയാഗുലേഷൻ ഡിഫക്ട്സ് ഉണ്ടാവാം. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കൊയാഗുലേഷൻ അബ്നോർമാലിറ്റി ഹീമോഫീലിയാണ്. ഓക്കെ, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പൊതുവിലെ ആൺകുട്ടികൾക്കാണ് ഉണ്ടാവുക. അപൂർവമായ സ്ത്രീകളിൽ ഹീമോഫീലിയ ഉണ്ടാവുള്ളൂ. പക്ഷെ വേറെയും അധികം വേറെ കോയഗുലേഷൻ ഡിഫക്റ്റ് ഉള്ള അസുഖങ്ങളുണ്ട്. വോൺ വില്ലിബ്രാൻസ് ഡിസീസ് എന്നൊക്കെ പറയപ്പെടുന്ന ഡിസീസുകൾ, പ്ലേറ്റ്ലെറ്റ് ഡിസീസസ് ഇത്യാദികളൊക്കെ, പ്ലേറ്റ്ലെറ്റ് ഡിസീസൊക്കെ ജന്മനാ കിട്ടാം. അങ്ങനത്തെ ഉള്ളതൊക്കെ കൊണ്ടും ഇവരുടെ ആർത്തവം കൂടുതലാവാം. അല്ലെങ്കിൽ തൈറോയിഡും ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത് ശരിയാണ്, ഒരു പരിധിവരെ ശരിയാണ്. പക്ഷെ തൈറോയിഡും അപക്വമായിരിക്കും ഈ പ്രായത്തിൽ. അതും ഗ്രന്ഥിയും പക്വമാവാൻ സമയം എടുക്കാറുണ്ട്. അപ്പം ഒരു പക്ഷെ നമ്മൾ അതിനെ ഓവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും ചിലപ്പോൾ ഞാൻ സംശയിക്കാറുണ്ട്. അല്ലെങ്കിൽ ഓവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും സംശയിക്കാറുണ്ട്. കാരണം പല ഗൈഡ് ലൈനുകളും ഡെവലപ്ഡ് രാജ്യങ്ങളിലെ ഗൈഡ് ലൈനിൽ തൈറോയ്ഡ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ അഡോളസെന്റ് മെനോറാജിയ അല്ലെങ്കിൽ അഡോളസെന്റ് ബ്ലീഡിങ് എന്നുള്ള ഒരു പ്രോഗ്രാമിൽ തൈറോയ്ഡ് ഗ്രന്ഥി തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്തിരിക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ അതിൻ്റെ പ്രധാന കാരണം തൈറോയ്ഡ് ഗ്രന്ഥി പലപ്പോഴും തൈറോയ്ഡ് വലുതായി തന്നെ തൊണ്ടമുഴ കാണുന്നുണ്ട് കുട്ടികളിൽ. അത് അവർ മെച്ചൂർ ആകുമ്പോൾ താനേ കുറയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത് കൂടുതലായതുകൊണ്ട് നമ്മളിത് ടെസ്റ്റിങ്ങിൽ കൂടെ നോക്കി അവരെ ചികിത്സിക്കാറുണ്ട്. അപ്പോഴും അവരുടെ ഈ പറഞ്ഞ ആർത്തവ